ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രവൃത്തികളിൽ ആദ്യത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ്. അതായത് ഭൂതകാലത്തിൽ കഴിഞ്ഞ രണ്ട് പ്രവൃത്തി, ആ രണ്ട് പ്രവൃത്തികളിൽ ആദ്യത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കൊണ്ടും രണ്ടാമത്തെ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് ഉപയോഗിച്ചും നമ്മൾ പ്രയോഗിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെൻസിൻ്റെ എട്ടാമത്തെ രൂപം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന വാക്കിനർത്ഥം? നമ്മൾ നേരത്തെ പഠിച്ച മാതിരി കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തുടർച്ച, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റായി മീൻസ് ഫിനിഷ്ഡ്. പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് ഫിനിഷ് ആവുകയും അവസാനിക്കുകയും അതേ സമയത്ത് തുടരുകയും ചെയ്യുന്നൊരു പ്രവൃത്തി. ഇത്തരം ഒരു ടെൻസ് മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കും. അതിലുപയോഗിക്കുന്ന ഓക്സിലറി വേർബ് ഹാഡ് ബീൻ ആണ്. ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ING ഫോമാണ് ഉപയോഗിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസ് ബീനും ഹാവ് ബീൻ ഉപയോഗിച്ചു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? an action which started in a particular time in the past and continued and ended in a particular time in the past. See that? ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിച്ച് തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്നു. ഒരു പ്രവൃത്തി ഒരു പ്രത്യേക സമയത്ത് ഭൂതകാലത്ത് ആരംഭിച്ച് തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം 2017 മുതൽ 2018 വരെ അല്ലെങ്കിൽ 2017 മുതൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് കഴിഞ്ഞു. 2017 മുതൽ 2017 ഡിസംബർ, 2017 ജനുവരി മുതൽ 2017 ഡിസംബർ വരെ. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഹാഡ് ബീൻ ആണ് ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്. ഹി ആയാലും ഷീ ആയാലും ഇറ്റ് ആയാലും ഹാഡ് ബീൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഉദാഹരണമായിട്ട് ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. In this hospital from 2014 to 2016. 2016 ഇത് കാണിക്കുന്നത് 2014 എന്നുള്ള കഴിഞ്ഞുപോയ ഒരു കാലം. 2016 കഴിഞ്ഞു പോയി. പക്ഷേ 2014 ആരംഭിച്ച് 2015 2016 അവസാനിച്ചു. An action which started in a particular time in the past, continued and ended in a particular time in the past. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് is used to express an action which started in a particular time in the past, continued and ended in the past. See. I had been sleeping from yesterday morning to night. Yes. See that from yesterday morning to night. Yesterday night. See that. അപ്പോൾ ഹാഡ് ബീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഡ് ബീൻ
How can you change this sentence into negative? I had not been. Yes, I had not been. I had not been sleeping. From yesterday morning to night. Okay, these things can be expressed. Had not been. Had I been? Question ആണ്. Had I been? Had I been sleeping? From yesterday morning to night. So, had I been sleeping? Hadn't I been sleeping? Hadn't I been sleeping? From yesterday morning to night. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിച്ച ഒരു പ്രവൃത്തി തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിച്ചു, വർത്തമാനകാലത്തിലേക്ക് വരുന്നില്ല. You had been working in this factory from 2013 to 2015. How can you change the sentence into negative? You had not been working in this factory from 2013 to 2015. So this action started in 2013 and continued in 2014 and ended in 2015. So a particular time in the past, 2013 is the particular time, and continued and ended in 2015. See the next question. How can you change the sentence into question? Had you been working in this hospital, in this factory from 2013 to 2015? Question. So negative question is also is. Hadn't you been working in this factory from 2013 to 2015? Question. Okay. You had been. Instead of you, they had been playing football from last morning to evening. So it started in a particular time, last morning, ended in the evening. See that they had been playing football. So how can you change this sentence into negative? They had not been playing football from last morning to evening. Last morning to evening. So we can change the sentence into question.
Had they been playing football from last morning to evening? Question on last morning to evening. Okay. Put the question mark. Next. Hadn't they been football from last morning to evening? Questioner. Last morning to evening. So they had been playing football from last morning to evening. They had not been playing football from last morning to evening. Had they been playing football from last morning to evening? So hadn't they been playing football from last morning to evening? So these are the 4 sentences. And instead of theyക്ക് പകരമായിട്ട് we can use we. We had been changing the plan from yesterday morning to evening. We had been changing the plan from yesterday morning to evening. These are the things can be expressed. We had not been changing the plan from yesterday morning to evening. We had not been changing. Yes. Had we been changing the plan from yesterday morning to evening? So see that we had been changing the plan from yesterday morning to evening. We had not been changing the plan from yesterday morning to evening. Had we been changing the plan from yesterday morning to evening? Hadn't we been changing the plan from yesterday morning to evening? Question answer. I, you, they, we plus plural.